എല്ലാവർക്കും നമസ്തേ. എഡ്ഫിൽ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേടെറ്റ് സാൻസ്ക്രിറ്റ് കാറ്റഗറി 4ന്റെ സിലബസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപന ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേടെറ്റ് എക്സാം എന്ന് പറയുന്നത്. കേടെറ്റ് എക്സാം പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഈ PSC എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനും അത് അറ്റൻഡ് ചെയ്യാനും സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാമെന്ന് കരുതിയാലും കേടെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ജോലി ലഭ്യമാവുകയുമില്ല. അതുകൊണ്ട് തന്നെ കേടെറ്റ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നമ്മൾ ഈ 10th ഒക്കെ പറയുന്ന പോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കടമ്പയാണ് ഈ അധ്യാപകർക്ക്. അപ്പം സംസ്കൃതം എന്നുള്ള വിഷയം നമ്മൾ നോക്കുമ്പം നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ സംസ്കൃതം ക്ലാസ്സുകൾ ലഭ്യമാണ്. പക്ഷേ എല്ലാം തന്നെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനപ്പെടുത്തിയോ കാണാറില്ല. അപ്പോൾ അതുപോലെ തന്നെ കേടെറ്റ് എക്സാമിന് നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിനും 3 പേപ്പേഴ്സാണ് ഉണ്ടാവുക. ഒന്ന് പെഡഗോഗി ഉണ്ടാവും, ഒന്നെന്താണ് സെക്കൻഡ് ലാംഗ്വേജ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതാണോ അത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരും. പിന്നെ നമ്മളെ മെയിൻ സബ്ജക്റ്റ്. ഈ 3 പേപ്പറിലും കൃത്യമായിട്ട് മാർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് കേടെറ്റ് എക്സാം പാസ്സാവാൻ പറ്റുക. അപ്പം നമുക്കിവിടെ എഡ്ഫിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. ഈ 3 സബ്ജക്റ്റുകളും കൂടെ ഒരു കേടെറ്റ് എക്സാമിന് ഇപ്പോൾ സംസ്കൃതമാണ് നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നതെങ്കിൽ സംസ്കൃതത്തിന്റെ കൂടെ വരുന്ന മെയിൻ സബ്ജക്റ്റ് ഒഴികെ പെഡഗോജിയും അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിനും കൂടെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ടൊരു പാക്കേജ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നിവിടെ കേടെറ്റ് 4ന്റെ സിലബസ് എന്താണെന്ന്. പലപ്പോഴും എല്ലാവരും കേടെറ്റിന് പഠിക്കാറുണ്ട്, അതിന് തയ്യാറെടുക്കാറുണ്ട്. പക്ഷേ സിലബസ് ഇന്നും പലരും സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പഠനം തുടങ്ങിയിട്ടില്ല. ചിലർക്ക് ഇങ്ങനൊരു സിലബസ് ഉണ്ട് എന്ന് അറിയാത്തവരും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിലബസുകൾ വരുന്നത്. പൂർണ്ണമായിട്ടും സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പ്രത്യേകം ഓരോ ഭാഗത്തു നിന്നും ഇത്ര മാർക്കുകൾ വരുന്നുണ്ട് എന്ന് പ്രത്യേകം നമ്മുടെ സിലബസിൽ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നമുക്കത് കാണാൻ പറ്റും. കൃത്യമായിട്ട് ഇന്ന മാർക്കുകൾ ഇന്ന ഭാഗത്തു നിന്ന് വരുന്നു എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം സിലബസിലേക്ക്. നമ്മുടെ സിലബസ് A-B എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പം A പാർട്ടിൽ ശിക്ഷ ശാസ്ത്രാവഗമഃ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. നമ്മുടെ പെഡഗോഗി, സൈക്കോളജി അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് പാർട്ട് A. അപ്പോൾ ഇതിൽ നിന്നും 30 മാർക്കിന്റെ 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതാണ് ബഹുവികൽപ മാതൃകാ പ്രശ്നഃ. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 30 മാർക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഭാഷാവഗമഃ എന്ന് പറയുന്നതാണ്. അപ്പൊ അതില് സബ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാനാമഭാഷ, എന്താണ് ഭാഷ? ഭാഷാഗോത്രാണി, ഭാഷാഗോത്രങ്ങളെ കുറിച്ച് പഠിക്കണം നമുക്ക്. ഭാഷാസു സംസ്കൃതസ്യ സ്ഥാനം ശ്രവണ ഭാഷണ ലേഖന നൈപുണ്യ. LSRW നമ്മൾ 4 സോപാനങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാഷാധർമാഹ ഗ്രഹണം പ്രകടനം ആസ്വാദനം സംസ്കൃത പഠനസ്യോദ്ദേശ്യാനി. ഇനി അടുത്ത പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഭാഷാബോധന തത്വാനി. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോധന വിധി സൂത്രാണി, മാക്സിംസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. നമുക്ക് ഈ ശിക്ഷണ സൂത്രം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. സ്ഥൂലാത് സൂക്ഷ്മം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ശിക്ഷണ സൂത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് ഈ ഭാഷാബോധന തത്വത്തിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് സംസ്കൃത ശിക്ഷണ വിധയഃ. അപ്പം ഏതൊക്കെ രീതിയിലാണ് സംസ്കൃതം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന വിധികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പൊ ഗുരുകുല ഭണ്ഡാർക്കർ പാഠപുസ്തക സമന്വയ പദ്ധതയഃ ഗദ്യശിക്ഷണം, പദ്യശിക്ഷണം, വ്യാകരണ ശിക്ഷണം, നാടക ശിക്ഷണം, രചനാ ശിക്ഷണം. അതുപോലെ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, ഭാഷാ പഠന സമുപഗമഃ. അപ്രോച്ചസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. ഏതൊക്കെയാണവ? വ്യവഹാരവാതഃ, ജ്ഞാനനിർമ്മിതിവാതഃ, സമസ്യാധിഷ്ഠിത പഠനം, വിമർശനാത്മക പഠനം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തഃ. അടുത്തത് സങ്കലിത
ശിക്ഷ എന്ന് പറയുന്ന പോയിന്റാണ്. അടുത്തെന്താണ്? മൂല്യനിർണയ. സാമ്പ്രദായിക മൂല്യനിർണയ, നിരന്തര മൂല്യനിർണയ, സ്വയം മൂല്യനിർണയ, പരസ്പര മൂല്യനിർണയ. ഇനി വാർഷിക മൂല്യനിർണയ, ശ്രേണീകരണം അഥവാ ഗ്രേഡിംഗ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനെന്താണ്, ഏത് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏത് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, റെഫറൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സംസ്കൃതാധ്യാപനസ്യ നൂതന പ്രവിധയഃ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ചലൻ ശർമ്മയും ഫത്തേഖ് സിംഗും കൂടെ എഴുതിയിട്ടുള്ള ഈ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണിത്. അതുപോലെ തന്നെ സംസ്കൃതാധ്യാപനം ബൈ ഡോക്ടർ സഹദേവൻ. ഈ 2 പുസ്തകങ്ങളാണ് നമുക്ക് പാർട്ട് എ, നമ്മളെ ഈ പെഡഗോഗി പോലത്തെ സാധനങ്ങൾ ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ 2 പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണോ? ഞാനും ഇതേപോലെ തന്നെ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചിട്ടൊന്നും അല്ല കേട്ടിട്ട് പാസ്സായത്. പക്ഷെ ഇപ്പൊ എക്സാം ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കേടെറ്റ് കോച്ചിങ് രംഗത്ത് കേരളത്തിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എഡ്വിൽ ലേണിംഗ്. എഡ്വിൽ ലേണിംഗിൽ നമ്മൾ കേടെറ്റിന്റെ 1, 2, 3, 4 കാറ്റഗറികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാ വിഷയങ്ങൾക്കുമുള്ള എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നൽകി വരുന്നുണ്ട്. നമ്മളെ എഡ്വിൽ ലേണിംഗിന്റെ പ്രധാന ഫീച്ചേഴ്സ് ആണ് കംപ്ലീറ്റ് സിലബസ് കവേർഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, പോപ്പപ്പ്, പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റുകൾ, Q&A ലൈവ് സെഷൻസ്, അതുപോലെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, സ്റ്റഡി ക്രാക്കർ, എക്സാം ഓറിയന്റഡ് ടിപ്സ്, അതുപോലെ മോട്ടിവേഷണൽ സെഷൻസ്. ഇവയെല്ലാം തന്നെ നമുക്ക് എഡ്വിൽ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്വിൽ ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് കവേർഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ പൂർണ്ണമായിട്ടും എന്താണോ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ, പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും, ഒരു ടോപ്പിക്കല്ല, ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോപ്പപ്പ് എക്സാമുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് എടുത്ത ക്ലാസ്സിനെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റഡി ക്രാക്കർ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി ക്രാക്കർ എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ഓരോ മെൻറ്റേഴ്സ് നമ്മളെ ഫോളോ ചെയ്യും. നമ്മൾ എത്ര വരെ പഠിച്ചു, എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുറച്ചും കൂടെ മുന്നോട്ട് പോകാനും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. എഡ്വിൽ ലേണിംഗിന്റെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കേടെറ്റ് എക്സാം പാസ്സാവുകയും തങ്ങളുടെ അധ്യാപന ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും കേടെറ്റ് വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിലൂടെ നിങ്ങൾക്ക് എഡ്വിൽ ലേണിംഗിന്റെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ലേണേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എഡ്വിൽ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുള്ള ഫ്രീ റിസോഴ്സസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കേടെറ്റ് വിജയത്തിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. സോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് എഡ്വിൽ. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. നമ്മളെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് ബിയിൽ നിന്നാണ്. ഇവിടെയും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഓരോ മാർക്ക് വീതം ലഭിക്കുന്ന 60 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പം അദൃഷ്ടം ഗദ്യഭാഗം നാടകം പഠിത്വ തദ്ഗത പ്രശ്നാനാം ഉത്തരാണാം അങ്കനം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കഥയുടെ ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസേജോ അല്ലെങ്കിൽ ശ്ലോകമൊക്കെ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഉത്തരം ചെയ്യാന്നുള്ളതാണ്. 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
അതുപോലെ തന്നെ എന്താണ് ഇവിടെ ശ്ലോകമോ സുഭാഷിതമോ കൊടുത്തിട്ട് ഇവിടെ എന്താണ് ഗദ്യഭാഗം അല്ലെങ്കിൽ നാടകം. രണ്ടാമത്തെ പോയിന്റ് എന്താണ് ശ്ലോകമോ സുഭാഷിതമോ പഠിച്ചിട്ട് അവയുടെ എന്താണ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് 5 മാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതുപോലെ സംസ്കൃത ശാസ്ത്രം സംസ്കൃത സാഹിത്യം വളരെ വൈഡായിട്ടുള്ള ഒരു ഭാഗമാണ് സംസ്കൃത ശാസ്ത്രം സംസ്കൃത സാഹിത്യം എന്ന് പറയുന്നത്. നമ്മളെ ഒരുവിധം സംസ്കൃതത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭാഗം കൂടിയാണ്. എന്താണ് 15 മാർക്കാണ് ഈ ഒരൊറ്റ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി അടുത്തതാണ് കേരളീയ സംസ്കൃത കൃതയഃ. എന്താണ് മലയാളത്തിലുള്ള സംസ്കൃത കൃതികൾ, നമ്മൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് സംസ്കൃത കൃതികളുണ്ട്. അത്തരത്തിലുള്ള കൃതികളെ കുറിച്ചിട്ട് അതിന്റെ ഓതേഴ്സ് ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എന്താണ് ഓതറിനെ തന്നിട്ട് ആരാണ്, ഈ ഓതർ ഏത് ബുക്കാണ് എഴുതിയത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരുപാട് പുസ്തകങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും നമുക്ക് എന്താണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇനി ആനുകാലിക വിഷയങ്ങൾ, നമ്മളെ GK പോലുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് ഒരുപാട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഫിലിംസ് അല്ലെങ്കിൽ അവാർഡുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു GK ഭാഗത്ത് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് വ്യാകരണം എന്ന് പറയുന്ന ഭാഗം തന്നെ, ഗ്രാമർ പോർഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ധാതു പദ ലകാര പുരുഷ വചനാനി. എന്താണ് ധാതു പദം ലകാരം പുരുഷം വചനം, ഇത്രയും ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് 2 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു വ്യാകരണം എന്ന് പറയുന്നത് എന്താണ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം മൊത്തം പഠിച്ചാലും നമുക്ക് എന്താണ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനെ വരുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് അന്തലിംഗ വിഭക്തി വചനം എന്ന് പറയുന്നത്, അതിൽ നിന്നും 2 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോണത്. ഇനി സന്ധിയിൽ അത്യാവശ്യം എന്താണ് കുറച്ചൊരു ബുദ്ധിമുട്ടേറിയതും കുറച്ചധികം പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പം അവിടെ നിന്ന് നമുക്ക് 5 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി കാരകത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും 5 മാർക്ക്, സമാസഹ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് 2 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ പ്രയോഗ, കർത്തരി കർമ്മണി ഭാവേ പ്രയോഗങ്ങൾ, അവയിൽ നിന്ന് നമുക്ക് 2 മാർക്ക് കിട്ടും. അതുപോലെ സംജ്ഞാപ്രകരണത്തിൽ നിന്നും 2 പോയിന്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ മൊത്തം 20 ക്വസ്റ്റ്യനും 20 മാർക്കാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അലങ്കാര എന്താണ്, നമുക്കിവിടെ 10 അലങ്കാരങ്ങൾ, ഉപമ, ഉത്പ്രേക്ഷ, രൂപകം, ദീപകം, അർത്ഥാന്തരന്യാസഃ, ഉല്ലേഖഃ, ശ്ലേഷഃ, കാവ്യലിംഗം, അനുപ്രാസഃ, യമകം. അപ്പോൾ ഈ 10 അലങ്കാരങ്ങളിൽ പഠിക്കാനുണ്ട്. അവയുടെ ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതിനെന്താണ് 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് വൃത്തമാണ്, ഛന്ദസ്സിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ്. നമുക്കിവിടെ എന്താണ് 10 ഛന്ദസ്സുകൾ പഠിക്കാനുണ്ട്. കൂടാതെ എന്താണ് ഗുരു ലഘു വിവേചനം ഗണനിർണയം. നമുക്കൊരു വരി തന്നിട്ട് അവിടെ ഏതാണ് വൃത്തം, അതിനെന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ഗുരു ലഘു തിരിച്ചിട്ട് ഗണം തിരിച്ചിട്ട് വൃത്തം തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ എന്താണ് ഗുരു ലഘു വിവേചനം ഗണനിർണയം. അതുപോലെ അനുഷ്ടുപ്പ്, ഇന്ദ്രവജ്ര, രഥോദത, പുഷ്പിതാഗ്ര, ഉപജാതിഹി, വംശസ്ഥം, ശ്രദ്ധര, മാലിനി, വസന്തതിലക, ശാർദൂല വിക്രീഡിതം എന്നിങ്ങനെ 10 വൃത്തങ്ങളുടെ ലക്ഷണങ്ങള്, അവയുടെ യതി നിയമങ്ങള്, ഉദാഹരണങ്ങൾ, ഇവയെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുപോലെ ഇവയിൽ നിന്ന് എന്താണ് 5 മാർക്കാണ് ഈ ഒരു 10 വൃത്തങ്ങളും എന്താണ് ഗുരു ലഘു വിവേചനം ഗണനിർണയം ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് 5 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഇത്രയും സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് SCERTയുടെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്താണ് എക്സാമിന് വരുന്നതാണ്. അപ്പം എന്താണ് ഈ സംസ്കൃത വിദ്യാലയങ്ങളുടേതും അതുപോലെ തന്നെ അക്കാദമിക് വിദ്യാലയങ്ങളും സംസ്കൃതം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന
സ്കൂളുകളുണ്ട്. അല്ലാതെ സാധാരണ നമ്മൾ SCERTന്റെ 5 മുതൽ 12 വരെയുള്ള ടെക്സ്റ്റുകളും നമ്മൾ എന്താണ് ഈ ഒരു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്താണ് പൂർണ്ണമായിട്ടും ഈ ഒരു AB പാർട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടറ്റ് പൂർണ്ണമായും പഠിക്കുകയും അതിലൂടെ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനും പറ്റുന്നതാണ്. കേട്ടറ്റ് സംസ്കൃതം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ മുൻപോട്ടും നൽകി വരുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഡ്ഫിൽ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിവരം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സംസ്കൃതത്തിന് കോച്ചിങ് കിട്ടാതെ എക്സാം പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു വിവരം നിങ്ങൾ അറിയിക്കുക. അപ്പം താങ്ക് യു.